ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 197 ദിവസം. സർവമഹത്വവും ദൈവത്തിന്. ഇന്നേ ദിവസം നമ്മൾ ഏശയ്യായുടെ പുസ്തകം 11, 12, 13 അധ്യായങ്ങൾ, തോബിത്തിൻ്റെ പുസ്തകം 13, 14 അധ്യായങ്ങൾ, സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ എന്നിവ വായിക്കുന്നു. ഏശയ്യായുടെ പ്രവചനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചില അടയാളപ്പെടുത്തലുകളും തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്തിൻ്റെ നന്ദി പ്രകാശനവും അന്തിമോപദേശവും നമ്മൾ ശ്രവിക്കുന്നു. ഒരു ജീവിതത്തിൻ്റെ നന്മ, ഒരാൾ തനിക്ക് ലഭിച്ച നന്മകൾക്കും നേട്ടങ്ങൾക്കും എത്രമാത്രം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്രത്തോളം പ്രാർത്ഥനയിൽ നാം വളരുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതം സുഗമമായിരിക്കുമെന്നും കാണുന്നതും കേൾക്കുന്നതും വെച്ച് മറ്റുള്ളവരെയും അവരുടെ നിലപാടുകളെയും അവരുടെ ജീവിതത്തെയും വിധിക്കാതിരിക്കാനും നാം ശ്രദ്ധിക്കണമെന്ന സന്ദേശം തിരുവചനം നമുക്ക് നൽകുന്നു. ഏശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം. നീതിനിഷ്ഠനായ രാജാവ്. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും കർത്തൃഭയത്തിൻ്റെയും ആത്മാവ്. അവൻ കർത്തൃഭയത്തിൽ ആനന്ദം കൊള്ളും. തൻ്റെ കണ്ണുകൾ കാണുന്നത് കൊണ്ട് മാത്രം അവൻ ന്യായം വിധിക്കുകയോ തൻ്റെ ചെവികൾ കേൾക്കുന്നത് കൊണ്ട് മാത്രം അവൻ വിധി നടത്തുകയോ ഇല്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവർക്കായി അവൻ നിഷ്പക്ഷമായി വിധി നടത്തും. തൻ്റെ ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. തൻ്റെ അധരങ്ങളുടെ നിശ്വാസം കൊണ്ട് അവൻ ദുഷ്ടരെ നിഗ്രഹിക്കും. നീതി അവൻ്റെ അരക്കച്ചയും വിശ്വസ്തത അവൻ്റെ അരപ്പട്ടയുമായിരിക്കും. ചെന്നായി ആട്ടിൻകുട്ടിയോടൊത്ത് വസിക്കും, പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും കൊഴുത്ത മൃഗവും ഒരുമിച്ചായിരിക്കും. ഒരു ചെറിയ ബാലൻ അവയെ നയിക്കും. പശുവും കരടിയും ഒരുമിച്ച് മേയും, അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിന് മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവരാരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. കാരണം സമുദ്രത്തെ ജലം മൂടുന്നത് പോലെ ഭൂമി കർത്തൃജ്ഞാനം കൊണ്ട് നിറയും. പ്രവാസികൾ തിരിച്ചു വരും. ജനങ്ങൾക്ക് അടയാളമായി നിലകൊള്ളുന്ന ജസ്സയുടെ വേരിനെ അന്ന് ജനതകൾ അന്വേഷിക്കും. അവൻ്റെ വിശ്രമസ്ഥലം മഹത്വപൂർണ്ണമായിരിക്കും. അന്ന് അസീറിയ, ഈജിപ്ത്, പാത്രോസ്, കുഷ്, ഏലാം, ഷീനാർ, ഹാമാത്ത് എന്നിവിടങ്ങളിലും സമുദ്രത്തിൻ്റെ തീരദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്ന തൻ്റെ ശിഷ്ടജനത്തെ നാഥൻ തൻ്റെ കരത്താൽ രണ്ടാമതും വീണ്ടെടുക്കും. ജനതകൾക്ക് അവിടുന്ന് ഒരടയാളം ഉയർത്തും. ഇസ്രായേലിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരെ അവിടുന്ന് ഒരുമിച്ച് ചേർക്കുകയും യൂദായിൽ നിന്ന് ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 കോണുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. എഫ്രായിമിൻ്റെ അസൂയ നീങ്ങുകയും യൂദായെ വെറുക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. എഫ്രായിം യൂദായോട് അസൂയ പുലർത്തുകയോ യൂദ എഫ്രായിമിനോട് വൈരം കാണിക്കുകയോ ഇല്ല. അവർ ഒന്നു ചേർന്ന് പടിഞ്ഞാറുള്ള ഫിലിസ്ത്യരുടെ തോളിൽ ചാടി വീഴുകയും കിഴക്കുള്ളവരെ കൊള്ളയടിക്കുകയും ചെയ്യും. ഏദോമിനും മോവാബിനും എതിരായി അവർ കരമുയർത്തും. അമ്മോന്യർ അവരെ അനുസരിക്കും. ഈജിപ്തിലെ കടലിടുക്കിനെ കർത്താവ് പൂർണ്ണമായി നശിപ്പിക്കും. നദിയുടെ മേൽ അവിടുന്ന് ഉഷ്ണക്കാറ്റോടുകൂടെ തൻ്റെ കൈവീശും.
അവിടുന്ന് അതിനെ തകർത്ത് 7 തോടുകളായി പിരിക്കും. അവൻ ചെരുപ്പുകളിൽ അവരെ നടത്തും. ഈജിപ്ത് ദേശത്തിൽ നിന്ന് പുറപ്പെട്ട ദിനം ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ ഒരു രാജവീതി അസീറിയയിൽ അവശേഷിക്കുന്ന അവിടുത്തെ ജനത്തിനുമുണ്ടായിരിക്കും. യെശയ്യായുടെ പുസ്തകം 12-ാം അധ്യായം. കൃതജ്ഞതാഗീതം. അന്ന് നീ പറയും, കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയും. എന്തെന്നാൽ അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം പിന്തിരിക്കുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതാ, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ തമ്പുരാനായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ ഉറവയിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ ജലം കോരും. ആ നാളിൽ നിങ്ങൾ പറയും, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമായിരിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുവിൻ. കർത്താവിന് സ്തുതി പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം അത് അറിയപ്പെടട്ടെ. സിയോൻവാസികളെ ആർത്തുല്ലസിക്കുവിൻ, കാരണം ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്. യെശയ്യായുടെ പുസ്തകം 13-ാം അധ്യായം. ബാബിലോണിനെതിരെ. ആമോസിൻ്റെ പുത്രനായ യെശയ്യാ ബാബിലോണിനെ സംബന്ധിച്ച് കണ്ട ദർശനം. മൊട്ടക്കുന്നിൽ ഒരടയാളമുയർത്തുവിൻ, അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുവിൻ. പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കൈവീശുവിൻ. എൻ്റെ സമർപ്പിതരോട് ഞാൻ കൽപ്പിച്ചു, എൻ്റെ കോപം നിറവേറ്റാനായി ഞാൻ എൻ്റെ മഹത്വത്തിൽ ആനന്ദിക്കുന്നവരെ, എൻ്റെ വീരന്മാരെ വിളിക്കുകയും ചെയ്തു. പർവ്വതങ്ങളിൽ വലിയ ജനത്തിൻ്റേതുപോലുള്ള അലർച്ച, ഒത്തുചേർന്ന ജനതകളുടെ ശബ്ദാരവം. സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധസൈന്യത്തെ അണിനിരത്തുന്നു. ഭൂമിയെ ഒന്നാകെ നശിപ്പിക്കാൻ കർത്താവും അവിടുത്തെ രോഷത്തിൻ്റെ ആയുധങ്ങളും ദൂരദേശത്തു നിന്ന് ആകാശത്തിൻ്റെ അതിരുകളിൽ നിന്ന് വരുന്നു. വിലപിക്കുവിൻ, എന്തെന്നാൽ കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു. സർവശക്തനിൽ നിന്നുള്ള വിനാശം പോലെ അത് വരും. അതിനാൽ എല്ലാ കരങ്ങളും ദുർബലമാകും, എല്ലാ മനുഷ്യരുടെയും ഹൃദയം ഉരുകും. അവർ സംഭ്രാന്തരാകും, കഠിനവേദനയും ദുഃഖവും അവരെ ഗ്രസിക്കും. ഈറ്റുനോവ് ഉള്ളവളെപ്പോലെ അവർ പുളയും. അവർ പരസ്പരം തുറിച്ചു നോക്കും, അവരുടെ മുഖം ജ്വാലാമുഖം പോലെയാകും. ഭൂമിയെ ശൂന്യമാക്കാനും അതിൽ നിന്ന് പാപികളെ നശിപ്പിക്കുവാനും ക്രൂരവും കോപത്തിൻ്റെ ജ്വാലയാൽ എരിയുന്നതുമായ കർത്താവിൻ്റെ ദിനം ഇതാ ആസന്നമായിരിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും അവയുടെ പ്രകാശവും തരികയില്ല. ഉദയത്തിൽ തന്നെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ തൻ്റെ പ്രകാശം പൊഴിക്കുകയില്ല. ലോകത്തെ അതിൻ്റെ തിന്മയ്ക്കും ദുഷ്ടരെ അവരുടെ കുറ്റത്തിനും ഞാൻ ശിക്ഷിക്കും. അഹങ്കാരിയുടെ ഔദത്യം ഞാൻ അവസാനിപ്പിക്കും, നിർദ്ദയൻ്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും. മനുഷ്യനെ ഞാൻ തങ്കത്തേക്കാളും മർത്യനെ ഓഫീർ പൊന്നിനേക്കാളും വിരളമാക്കും. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ രോഷത്തിൽ, അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും. ഭൂമി അതിൻ്റെ സ്ഥാനത്തു നിന്നിളകും. അപ്പോൾ അവർ വേട്ടയാടപ്പെടുന്ന മാൻപേട പോലെയും ഇടയനില്ലാത്ത ആടുകളെപ്പോലെയും ആയിത്തീരുകയും ഓരോരുത്തരും സ്വജനത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്യും. കാണപ്പെടുന്നവരെല്ലാം കുത്തിപ്പിളർക്കപ്പെടും, പിടിക്കപ്പെടുന്നവരെല്ലാം വാളിനിരയാകും. അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൺമുൻപിൽ വെച്ച് തന്നെ ഛിന്നഭിന്നമാകും. അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും, അവരുടെ ഭാര്യമാർ അവമാനിതരാകും. ഇതാ, വെള്ളിയെക്കുറിച്ച് ചിന്തിക്കുകയോ സ്വർണത്തിൽ സന്തോഷിക്കുകയോ ചെയ്യാത്ത മേദിയാക്കാരെ ഞാൻ അവർക്കെതിരെ ഇളക്കിവിടുന്നു. അമ്പുകൾ യുവാക്കന്മാരെ തകർക്കും, ഉദരഫലത്തോട് അവർക്ക് കരുണയുണ്ടാവുകയില്ല. ശിശുക്കളോട് അവരുടെ കണ്ണുകൾ ദയ കാണിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വവും കൽദായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച സോദോമും ഗൊമോറയും പോലെ ആയിത്തീരും. അവർ അവിടെ സ്ഥിരമായി വസിക്കുകയില്ല, തലമുറകളോളം അതിലാരും വസിക്കുകയില്ല. അറബികൾ അവിടെ കൂടാരമടിക്കുകയില്ല, ഇടയന്മാർ ആടുകളെ അവിടെ കിടത്തുകയില്ല. അവിടെ വന്യമൃഗങ്ങൾ കിടക്കും, അതിൻ്റെ വീടുകൾ നിറയെ മൂങ്ങകളായിരിക്കും. ഒട്ടകപ്പക്ഷിക്കുഞ്ഞുങ്ങൾ അവിടെ വസിക്കും, കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും. അതിൻ്റെ ഗോപുരങ്ങളിൽ കുറുനരികളും രമ്യഹർമ്മ്യങ്ങളിൽ കുറുക്കന്മാരും ഓരിയിടും. അതിൻ്റെ സമയം ആസന്നമായിരിക്കുന്നു, അതിൻ്റെ ദിനങ്ങൾ വൈകുകയില്ല. ഇതിൻ്റെ പുസ്തകം 13-ാം അധ്യായം. തോബിത്തിൻ്റെ സ്തോത്രഗീതം. തോബിത്ത് സ്തോത്രഗീതമായി ഒരു പ്രാർത്ഥന എഴുതി അവൻ ഉദ്ഘോഷിച്ചു. നിത്യവും ജീവിക്കുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ രാജ്യവും അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു, പാതാളത്തിലേക്ക് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവിടുത്തെ കയ്യിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാകില്ല.
ഇസ്രായേല്യരെ ജനതകളുടെ മുമ്പിൽ അവിടുത്തെ ഏറ്റുപറയുവിൻ. എന്തെന്നാൽ അവിടുന്നാണ് നമ്മെ അവരുടെ ഇടയിൽ ചിതറിച്ചത്. അവിടെ അവിടുത്തെ വൈഭവം വിളംബരം ചെയ്യുവിൻ. ജീവിക്കുന്ന എല്ലാറ്റിൻ്റെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ കർത്താവും ദൈവവും. എല്ലാ കാലത്തും നമ്മുടെ പിതാവ് അവിടുന്ന് തന്നെ. നമ്മുടെ അകൃത്യങ്ങൾക്ക് അവിടുന്ന് നമ്മെ ശിക്ഷിക്കും. എന്നാൽ അവിടുന്ന് വീണ്ടും കരുണ കാണിക്കും. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവരുടെ ഇടയിൽ നിങ്ങൾ ചിതറിക്കപ്പെട്ടിരുന്നിടത്ത് നിന്ന് അവിടുന്ന് നമ്മെ ഒരുമിച്ച് കൂട്ടും. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിച്ചാൽ അവിടുന്ന് നിങ്ങളിലേക്കും തിരിയും. അവിടുന്ന് നിങ്ങളിൽ നിന്ന് ഒരിക്കലും മുഖം മറയ്ക്കുകയില്ല. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്തവ ഓർക്കുവിൻ. നിങ്ങളുടെ അധരങ്ങളെല്ലാം കൊണ്ട് അവിടുത്തെ ഏറ്റുപറയുവിൻ. നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ മഹത്വപ്പെടുത്തുവിൻ. ഞാൻ എൻ്റെ പ്രവാസ ഭൂമിയിൽ നിന്ന് അവിടുത്തെ ഏറ്റുപറയുന്നു. അവിടുത്തെ ശക്തിയും വൈഭവവും പാപികളായ ജനതയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നു. പാപികളെ പിന്തിരിയുവിൻ. അവിടുത്തെ മുമ്പിൽ നീതി പ്രവർത്തിക്കുവിൻ. അവിടുന്ന് നിങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു? ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് സ്വർഗത്തിൻ്റെ രാജാവിനെയും അവിടുത്തെ വൈഭവവും പ്രകീർത്തിക്കുന്നു. എല്ലാവരും പ്രഘോഷിക്കുകയും ജെറുസലേമിൽ അവിടുത്തെ ഏറ്റുപറയുകയും ചെയ്യട്ടെ. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിൻ്റെ പുത്രന്മാരുടെ പ്രവൃത്തികളാൽ അവിടുന്ന് നിന്നെ ശിക്ഷിക്കും. നീതിമാന്മാരുടെ മക്കളോട് അവിടുന്ന് വീണ്ടും കരുണ കാണിക്കും. കർത്താവിനെ യഥായോഗ്യം കൃതജ്ഞത അർപ്പിക്കുക. യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുക. അങ്ങനെ അവിടുത്തെ കൂടാരം നിനക്ക് വേണ്ടി വീണ്ടും സന്തോഷത്തോടെ പടുത്തുയർത്തപ്പെടട്ടെ. നിന്നിലെ പ്രവാസികളെ അവിടുന്ന് സന്തോഷഭരിതരാക്കട്ടെ. അവിടുന്ന് എന്നേക്കും സകല തലമുറകളോളം നിന്നിലെ നിർഭാഗ്യർക്ക് സ്നേഹം ചൊരിയട്ടെ. വിദൂരത്തു നിന്ന് അനേകം ജനതകൾ കരങ്ങളിൽ കാഴ്ചകളുമായി, സ്വർഗത്തിൻ്റെ രാജാവിനുള്ള കാഴ്ചകളുമായി ദൈവമായ കർത്താവിൻ്റെ നാമം വഹിക്കുന്നിടത്തേക്ക് വരും. അവർ തലമുറകൾ തോറും നിനക്ക് ആനന്ദമേകും. നിന്നെ വെറുക്കുന്നവരെല്ലാം ശബ്ദരാകും. നിന്നെ സ്നേഹിക്കുന്നവരെല്ലാം എന്നേക്കും അനുഗ്രഹീതരും. നീതിമാന്മാരുടെ മക്കളെ പ്രതി ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ. എന്തെന്നാൽ അവർ ഒരുമിച്ച് ചേർക്കപ്പെടും. അവർ നീതിമാന്മാരുടെ കർത്താവിനെ സ്തുതിക്കും. നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ. നിൻ്റെ ശാന്തിയിൽ അവർ ആഹ്ലാദിക്കും. നിൻ്റെ കഷ്ടതകളിലെല്ലാം നിന്നെ പ്രതി ദുഃഖിതരായവർ അനുഗ്രഹീതർ. എന്തെന്നാൽ നിൻ്റെ മഹത്വം കണ്ടവരെല്ലാം നിന്നെ പ്രതി ആഹ്ലാദിക്കും. അവർ എന്നേക്കും സന്തോഷിക്കും. എൻ്റെ ആത്മാവ് മഹാരാജാവായ ദൈവത്തെ പുകഴ്ത്തട്ടെ. ഇന്ദ്രനീലവും മരതകവും കൊണ്ട് ജെറുസലേം പണിയപ്പെടും. നിൻ്റെ മതിലുകൾ അനർഹരത്നം കൊണ്ടും ഗോപുരങ്ങളും കൊത്തളങ്ങളും ശുദ്ധസ്വർണം കൊണ്ടും. ജെറുസലേം തെരുവീഥികളിൽ ഗോമേതകവും മാണിക്യവും ഓഫീർക്കല്ലും പതിപ്പിക്കപ്പെടും. അവളുടെ പാതകളെല്ലാം ഹല്ലേലൂയ പാടും. എല്ലാറ്റിനെയും എന്നേക്കും ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് അവ സ്തുതികളർപ്പിക്കും. തോബിത്തിൻ്റെ പുസ്തകം 14-ാം അധ്യായം. തോബിത്തിൻ്റെ അന്ത്യോപദേശം. തോബിത്ത് സ്തോത്രഗീതാലാപനം പൂർത്തിയാക്കി 58-ാം വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത്. 8 വർഷം കഴിഞ്ഞ് അവനത് വീണ്ടും കിട്ടി. അവൻ തുടർന്നും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കർത്താവായ ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ സ്തുതിക്കുകയും ചെയ്തു. വയോവൃദ്ധനായപ്പോൾ അവൻ പുത്രനെയും പൗത്രന്മാരെയും വിളിച്ച് പുത്രനോട് പറഞ്ഞു, കുഞ്ഞെ, ഇതാ എനിക്ക് വയസ്സായിരിക്കുന്നു. ഞാൻ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങാൻ സമയമായിരിക്കുന്നു. നിൻ്റെ മക്കളെ എടുത്ത് കുഞ്ഞെ നീ മിദിയാനിലേക്ക് പോവുക. കാരണം നിനവയെക്കുറിച്ച് അത് നശിപ്പിക്കപ്പെടുമെന്ന് യോനാപ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ മേദിയായിൽ കുറേ കാലം കൂടി സമാധാനമുണ്ടായിരിക്കും. നമ്മുടെ സഹോദരർ തങ്ങളുടെ നല്ല ദേശത്തു നിന്ന് ഭൂമിയിൽ ചിതറിക്കപ്പെടും. ജെറുസലേം വിജനമാകും. അവിടെയുള്ള ദേവാലയം അഗ്നിക്കിരയാക്കപ്പെടുകയും കുറേ കാലത്തേക്ക് അത് വിജനമായിരിക്കുകയും ചെയ്യും. എന്നാൽ ദൈവം വീണ്ടും അവരുടെ മേൽ കരുണ വർഷിക്കുകയും അവരെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. നിത്യതയുടെ മുഹൂർത്തങ്ങൾ പരിപൂർത്തിയാക്കപ്പെടുന്നതുവരെ മുമ്പത്തേതുപോലെ അല്ലെങ്കിലും അവർ ആലയം വീണ്ടും പണിയും. അതിനുശേഷം അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ജെറുസലേമിനെ ഐശ്വര്യപൂർണമായി പുതുക്കിപ്പണിയും. അവിടെ ദേവാലയത്തെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ എക്കാലത്തെയും എല്ലാ തലമുറകൾക്കും വേണ്ടിയുള്ള മഹിമയാർന്ന മന്ദിരം നിർമ്മിക്കപ്പെടും. അപ്പോൾ സകല ജനതകളും ദൈവമായ കർത്താവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നവരായിത്തീരും.
അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കുഴിച്ചു മൂടും. ജനതകളെല്ലാം കർത്താവിനെ പ്രകീർത്തിക്കും. അവിടുത്തെ ജനം ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കും. കർത്താവ് തൻ്റെ ജനത്തെ ഉയർത്തും. സത്യത്തിലും നീതിയിലും കർത്താവായ ദൈവത്തെ സ്നേഹിക്കുന്ന സകലരും നമ്മുടെ സഹോദരരോട് കരുണ കാണിച്ചുകൊണ്ട് സന്തോഷിക്കും. ആകയാൽ കുഞ്ഞെ, ഇപ്പോൾ നിനവയിൽ നിന്ന് പോവുക. കാരണം എല്ലാം യോനാപ്രവാചകൻ പറഞ്ഞതുപോലെയായിരിക്കും. നിനക്ക് ശുഭം ഭവിക്കേണ്ടതിന് നീ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും കരുണയും നീതിയുമുള്ളവനായിരിക്കുകയും ചെയ്യുക. എന്നെ ഉചിതമായി സംസ്കരിക്കണം. നിൻ്റെ അമ്മയെ എൻ്റെ ചാരയും. ഇനിയും നിനവയിൽ താമസിക്കരുത്. കുഞ്ഞെ, തന്നെ പോറ്റിയ അഹിക്കാറിനോട് നാദാബ് ചെയ്തതെന്തെന്നും അവനെ എങ്ങനെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിച്ചെന്നും അവനെന്ത് പ്രതിഫലം നൽകിയെന്നും നീ കാണുക. എന്നാൽ അഹിക്കാർ രക്ഷിക്കപ്പെടുകയും അവന് തക്ക പ്രതിഫലം നൽകപ്പെടുകയും ചെയ്തു. അവൻ അന്ധകാരത്തിലേക്ക് അമർന്നു. അഹിക്കാർ ദാനധർമ്മം നൽകി. അങ്ങനെ നാദാബ് അവനൊരുക്കിയ മരണക്കെണിയിൽ നിന്ന് അവൻ രക്ഷിക്കപ്പെട്ടു. നാദാബ് തന്നെ ആ കെണിയിൽ വീണ് നശിച്ചു. ആകയാൽ കുഞ്ഞുങ്ങളെ, ദാനധർമ്മം എന്തു നേടുന്നുവെന്നും നീതി എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്നും കാണുവിൻ. കിടക്കയിൽ അവൻ ഇവ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് വേർപെട്ടു. അവന് 158 വയസ്സായിരുന്നു. തോബിയാസ് അവനെ ആഡംബരപൂർവ്വം സംസ്കരിച്ചു. അന്ന മരിച്ചപ്പോൾ അവൻ അവളെ തൻ്റെ പിതാവിൻ്റെ സമീപത്ത് സംസ്കരിച്ചു. തോബിയാസ് തൻ്റെ ഭാര്യയെയും തൻ്റെ പുത്രന്മാരെയും കൂട്ടി എക്ബത്താനായിൽ തൻ്റെ അമ്മായിയപ്പനായ റഘുവേലിൻ്റെ അടുക്കലേക്ക് പോയി. അവൻ കീർത്തിയോടെ വാർദ്ധക്യം പൂണ്ടു. ഭാര്യയുടെ മാതാപിതാക്കന്മാരെയും അവൻ ആഡംബരപൂർവ്വം സംസ്കരിച്ചു. അവരുടെയും തൻ്റെ പിതാവായ തോബിത്തിൻ്റെയും സമ്പത്ത് അവൻ അവകാശമായി ലഭിച്ചു. അവൻ മേദിയായിലെ എക്ബത്താനായിൽ വെച്ച് 127 വയസ്സിൽ മരിച്ചു. നെബൂഖദ്നേസറും അഹസ്വേരുസും കീഴടക്കിയ നിനവേയുടെ നാശത്തെക്കുറിച്ച് മരിക്കുന്നതിന് മുമ്പ് അവൻ കേട്ടു. മരിക്കുന്നതിന് മുമ്പ് അവന് നിനവേയെക്കുറിച്ച് സന്തോഷിക്കാനിട വന്നു. ഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ധിഷ്ണാശാലിയുടെ അധരങ്ങളിൽ ജ്ഞാനം കാണപ്പെടുന്നു. ബുദ്ധിശൂന്യൻ്റെ മുതുകിനുള്ളിലാണ് വടി. ജ്ഞാനികൾ വിജ്ഞാനം സംഭരിച്ചു വയ്ക്കുന്നു. വിഡ്ഢിയുടെ വായ് സമീപത്തായ നാശവും. ധനികൻ്റെ ബലിഷ്ഠ നഗരം അവൻ്റെ സമ്പത്താണ്. ദരിദ്രരുടെ നാശം അവരുടെ ദാരിദ്ര്യവും. നീതിമാൻ്റെ പ്രതിഫലം ജീവനു വേണ്ടിയാണ്. ദുഷ്ടൻ്റെ വരുമാനം പാപത്തിനു വേണ്ടിയും.